ഹായ്, AJ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എല്ലാവർക്കും എളുപ്പമുണ്ടായിരുന്നല്ലോ അല്ലേ? ഇന്ന് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, നേരത്തെ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. വലിയ പാടൊന്നുമില്ല, ചെറിയ ചെറിയ എല്ലാ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എല്ലാം അതെ ചെറുത് തന്നെ. ഇന്നത്തെ ക്വസ്റ്റ്യനാണ്. നാളെ പരീക്ഷയ്ക്ക്, നാളെയും മറ്റന്നാളും ഉണ്ടല്ലോ ലോവർ. അപ്പം നാളെ പോകുന്നവർക്ക് ഇതൊക്കെ നോക്കിയിട്ടൊക്കെ പോകാം. ഏരിയ, ഹെക്ടർ ഇതൊക്കെ നേരത്തെ അടിച്ചിട്ടുള്ളതാണ്. ഇതാ കണ്ട, ഇതാണ്. ഇത് ഏത് ബാച്ച്? ഇത് തേർഡ് ബാച്ച്. ഇതിന്ന് ഇവിടുത്തെ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞതാണ്. സെക്കൻഡ് പേപ്പർ. ഇത് ഫസ്റ്റ് ബാച്ച്. സെക്കൻഡ് ബാച്ച് ഇരിപ്പുണ്ട്. ഇത് സെക്കൻഡ് ബാച്ച്. ഇതാണ് സെക്കൻഡ് ബാച്ചിൻ്റെ. കണ്ടോ, ഇതാണ് സെക്കൻഡ് ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ബാച്ച് 2024. ഇതിൻ്റെ സ്പീഡ് കൂടി കാണിച്ചു തരാം. ഫസ്റ്റ് പേജിൻ്റെ സ്പീഡ്. കൊല്ലം, ആറ്റുകൾ, പൊങ്കാല. ഇത് സെക്കൻഡ് പേജിൻ്റെ സ്പീഡാണ്. സെക്കൻഡ് പേജിൻ്റെ സ്പീഡാണിത്. 10 മിനിറ്റിൽ എന്തായാലും തീരും കേട്ടോ. 10 മിനിറ്റ് തീരുന്നതാണ്. ഒറ്റ പേപ്പറിൽ അടിച്ചാൽ മതി, 2 പേപ്പറിൽ അടിക്കണമെന്നില്ല. 8 മിനിറ്റ് 7 മിനിറ്റൊക്കെ ഉള്ളവർക്ക് 2 പേപ്പറിൽ അടിക്കാം. പക്ഷേ 10 മിനിറ്റിലൊക്കെ അടിച്ച് തീർക്കുന്നവർക്ക് ഒറ്റ പേപ്പറിൽ അടിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം ഒരു പേപ്പറിൽ മേലറ്റത്ത് അടിച്ചിട്ട് അടിക്കാം. ഇത് തേർഡ് പേജിലെ സ്പീഡ്. കൊല്ലം. നാളെ ഇവിടെ എത്തതാണോ എന്തോ. തേർഡ് പേജ് കൊല്ലം. രണ്ടാമത്തെ പേജിൽ ആറ്റുകൾ, പൊങ്കാല. ഫസ്റ്റ് പേജ് തിരുവനന്തപുരമാണ്. അതവിടെ 23. ഫസ്റ്റ് പേജിൽ തിരുവനന്തപുരം. ഇതും ആറ്റുകൾ, പൊങ്കാല. ഫസ്റ്റ് പേജിൻ്റെ ടൈപ്പ് ചെയ്യാൻ എടുത്തായി. നിങ്ങളിവിടെ എവിടെ കാണാം. അത് തിരുവനന്തപുരമാണ് ഫസ്റ്റ് പേജ്. സെക്കൻഡ് പേജാണ് ആറ്റുകൾ, പൊങ്കാല, കൊല്ലം. പിന്നെ ഇത് ഫസ്റ്റ് പേജിലെ സെക്കൻഡ് പേപ്പർ കണ്ടോ. ഇങ്ങനെയാണ്. നമ്പേഴ്സാണ്. നമ്പറാകുമ്പോൾ 3 ഇട്ട് പഞ്ചുവേറ്റ് ചെയ്യണം. പ്രൊഡക്റ്റ് എന്തോന്ന്, ഇൻഡസ്ട്രി യൂണിറ്റ്സ്, പ്രൊമോട്ടഡ്. അതപ്പോൾ കുറുക്കിന് ഒരു വരയും കൂടെ ഉണ്ട് അല്ലേ? കുറുക്കിന് ഒരു വരയുണ്ട്. അവിടെ നിന്ന് താഴോട്ട് 4 കോളം തിരിക്കണം. 4 കോളം തിരിച്ച്, മറ്റേതൊക്കെ അറിയാമല്ലോ. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, ഇപ്പുറത്തതെടുത്ത് പാലക്കാട് എടുത്ത്, അപ്പുറത്ത് തൃശ്ശൂർ. ഡിസ്ട്രിക്ട് വൈസ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്ന എത്ര ക്വസ്റ്റ്യൻ ഇവിടെ അടിച്ചതാണ്. അടിച്ചിട്ടുള്ളത് തന്നെ. രണ്ടാമത്തത് കമ്പനി ലെറ്ററാണ് വന്നേക്കുന്നത്. പ്രഭാത് വാച്ച് കമ്പനി, പോർട്ടേഴ്സ് ഓഫ് ദി കൈൻഡ്സ് ഓഫ് വാച്ചസ്. ഗൗരി, അത് പ്ലേസാണ്. ഗൗരി സ്ട്രീറ്റ്, കാസർഗോഡ്. പിന്നെ 2 ആണ് മെസ്സേഴ്സ് വെച്ച് അടിക്കണതാണ്. ജംഗിൾ വാച്ച് കമ്പനി, പ്ലേസ്
അടുത്തത് ഗവൺമെൻറ് ഓർഡേഴ്സ്. ഇതൊക്കെ അത്ര വലിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ചെറിയ ക്വസ്റ്റ്യൻ. ഏതോ ഒന്നിൽ ഫോർവേഡ് വെച്ച് മുമ്പ് അടിക്കുമായിരുന്നല്ലോ, കോപ്പി ടു കഴിഞ്ഞിട്ടും ഒരു ഇതുണ്ടായിരുന്നു. ഇതാ എല്ലാം കറക്റ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ആൾ ക്യാപ്സ് എന്ന് ഇതാ കൊടുത്തിട്ടുണ്ട്. ഫൈനാൻസ് എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ആൾ ക്യാപ്സ് കൊടുത്തിട്ടുണ്ട്. സ്മാൾ തന്നേക്കണമെങ്കിലും എല്ലാം കറക്റ്റ് അതാ കൊടുത്തിട്ടുണ്ട്. ഒന്നും കയ്യിൽ നിന്ന് ഇടണ്ട. ഉണ്ട് ബൈ ഓർഡർ ഓഫ് ദി ഗവർണർ, പേര്, സ്ഥാനപ്പേര് എല്ലാം ഉണ്ട്. ഡിസ്പ്ലേ ഇതും ദൂരേലേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, അടിച്ചു വരുമ്പം ചെറുത്. ടെൻഡർ നോട്ടീസ്, ഇതാണ് ഫസ്റ്റ് പേജ്. സെക്കൻഡ് പേജിലെ ക്വസ്റ്റ്യൻ കുറച്ച് അങ്ങോട്ട് വരച്ചൊന്നും കണ്ടില്ല. സെക്കൻഡ് പേജ് ഇതാണ്. ഇന്ന് 2 പേജിൽ കമ്പനി ലെറ്റർ ആയിരുന്നു. പിന്നെ 3-ാമത്തെ പേജ് ഒഫീഷ്യൽ ലെറ്റർ, ഓഫീസ് ഓഫ് ദി വെച്ചടിക്കുന്ന 3-ാമത്തെ പേജിൽ. ഇതും അതെ, കമ്പനി ലെറ്ററാണ്. 2-ാമത്തെ പേജ് വന്നതും കമ്പനി ലെറ്റർ. പ്ലേസ്, ഡേറ്റ്, നമ്പർ, ഡിയർ സൈഡ്സ് വെച്ചിട്ട് കണ്ടൻ്റ് അടിക്കുക. യുവേഴ്സ് സിൻസിയർലി ആണ് എസ് ഇട്ടേക്കണണ്ട. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ല, സിൻസിയർലി. എന്നിട്ട് കമ്പനിയുടെ പേര് 4 സ്പേസ് കഴിഞ്ഞ് അതൊക്കെ കറക്റ്റ് കൊടുത്തിരിക്കുകയില്ലേ, മാനേജിങ് പാർട്ട്. അതുപോലെ ഗവൺമെൻറ് ഓർഡറൊക്കെ ഇതാ തീരെ ചെറുത്. ഇതൊക്കെ അടിച്ചുകൂടെ, എന്ത് പാട്. എല്ലാം കറക്റ്റാണ് കൊടുത്തിട്ടുണ്ട്. അത്ര നല്ലോണം മുമ്പിലത്തെ ക്വസ്റ്റ്യനിലൊന്നും കൊടുത്തിട്ടില്ല. ഡിസ്പ്ലേ അതുപോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡായില്ലേ. അതുപോലെ തന്നെ സ്പീഡും. പിന്നെ ഇത് മലയാളം ലോവർ, മലയാളത്തിൻ്റെ കോളിഫ്ലവർ. ഇത്രയുണ്ട്. 10 മിനിറ്റിൽ തീരും. ശ്രമിച്ചാൽ എല്ലാവർക്കും തീരും. കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നവർക്കും പ്രാക്ടീസ് ചെയ്യുന്നവർക്കും തീരും. അല്ലാത്തവർക്കൊക്കെ പാടായിരിക്കും. ഇത് വെറുതെ ഒന്ന് പഠിച്ച് കളയാമെന്നും പറഞ്ഞിരുന്നാൽ പറ്റില്ല. സ്പീഡ് അടിച്ചാലേ പറ്റൂ. അല്ലെങ്കിൽ അവിടെ ചെന്നിരുന്ന് കൈയും കാലും ഒക്കെ വിറയ്ക്കും. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. കുറുക്കയും നടുവയൊക്കെ വരയും കുറിയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, വായിച്ചടിക്കാൻ പറ്റുന്നതാണ്. ഇത് ഒഫീഷ്യൽ ലെറ്റർ വന്നതെല്ലാം അതായിരുന്നു. മലയാളത്തിനെല്ലാം ഓഫീസ് ഓഫ് ദി മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയം, പെരിന്തൽമണ്ണ, അതാണ് എല്ലാം അതായിരുന്നു. 3 പേജിലും അങ്ങനെ തന്നെ. ഓക്കെ. ഗവൺമെൻറ് ഓർഡർ, കേരള സർക്കാർ വച്ച് സംഗ്രഹം. ടെൻഡർ നോട്ടീസ്. ഇനി ബാക്കി എടുത്ത് വച്ചതാണ്. ഇത് നാളെ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നാളെ ഏകദേശ രൂപം കിട്ടിയില്ലേ. അപ്പോൾ നല്ലതായിട്ട് 10 മിനിറ്റിൽ അടിച്ച് കൊടുക്കുക. സെക്കൻഡ് പേപ്പറൊക്കെ അടിച്ച് നല്ലവണ്ണം നീറ്റായിട്ട് അടിച്ച് കൊടുക്കണം. ഓക്കെ, ബായ്.